أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الدرس الرابع والعشرون تصريف الثلاثي المزيد من الأجوف അജ്വഫിൽ നിന്ന് സുലാസി മസീദ് ഫീഹിയെ സർഫാക്കുന്നതിൻ്റെ രൂപം. അപ്പോൾ സുലാസി മുജറദ് സർഫാക്കുന്ന രൂപം നമ്മൾ പഠിച്ചു. മാദിയാകുമ്പം കാല കാല കാലു കാലത്ത് കാലത്ത ഖുൽന ഖുൽത ഖുൽതുമാ ഖുൽതും ഖുൽതി ഖുൽതുമാ ഖുൽതുന്ന ഖുൽതു ഖുൽന. അതുപോലെ ബാഅ ബാഅ ബാഉ ബാഅത് ബാഅത ബിഅന ബിഅത ബിഅതുമാ ബിഅതും ബിഅതി ബിഅതുമാ ബിഅതുന്ന ബിഅതു ബിഅന. ഖാഫ ഖാഫ ഖാഫു ഖാഫത ഖാഫത ഖിഫ്ന ഖിഫ്ത ഖിഫ്തുമാ ഖിഫ്തും ഖിഫ്തി ഖിഫ്തുമാ ഖിഫ്തുന്ന ഖിഫ്തു ഖിഫ്ന. ഇങ്ങനെ. അപ്പോൾ അവിടെ നമ്മൾ ഇനി നൂനുന്നിസ്വയുമായിട്ട് ചേരുന്ന സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ ഫിഅലിൻ്റെ ഫാഫിഅലിന് ദമ്മ കൊടുക്കും, ഖുൽന എന്ന് പറയും. പിന്നെ ഖുൽത. അങ്ങനെ ഹറക്കത്തുള്ള ദമീറുമായിട്ട് ചേരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫാഫിഅലിന് ദമ്മത്ത് കൊടുക്കും, ചിലപ്പോൾ ഫാഫിഅലിന് കസ്റത്ത് കൊടുക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതെന്താണ്? ഇൽത്തിഖാ ഉസാക്കിനീന് വരുമ്പം ഐൻ ഫിഅലിനെ കളയും. എന്നിട്ട് ആ ദമ്മത്ത് കൊടുക്കാൻ എന്താ കാരണം? കളയപ്പെട്ടത് അവിടെ ഖായിദ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഖായിദ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് നാളെ നോക്കിയിട്ട് പറഞ്ഞു തരണം. അദ്ദർസു റാബിഉ വൽ അശ്റൂൻ. അപ്പം എങ്ങനെയാണ് എൻ്റെ അടുത്ത് നിന്ന് പഠിക്കാത്ത പിടിക്കുക. വമസീദു സുലാസി ലാ യഅ്തല്ലു മിൻഹു ഇല്ലാ അർബഅതു അബ്നിയത്തി. സുലാസിയായ ഫിഅലിൽ മുഅ്തല്ലായി വരുന്നത് 4 അബ്നിയത്തുമാണ്. ഈ അച്ചിലാൽ സംഭവിക്കുന്നത് 4 സിയഗകളിലാണ്. ഒന്ന് അഫ്അല യുഫ്ഇൽ ഇഫ്ആൽ. ഈ വസനിൽ ഈ അച്ചിലാൽ സംഭവിക്കും. ഏതുപോലെ അജാബ യുജീബു, അജ്വബ യുജ്വിബു എന്നാണ് ഉണ്ടാവുക. ഇജ്വാബൻ. അത് അവിടെ അജാബ യുജീബു ഇജാബത്തൻ എന്നാണ്. അതുപോലെ ഇസ്തിഫ്ആൽ ബാബിലും ഇതുപോലെ ഈ അച്ചിലാൽ സംഭവിക്കും, ഈ അലാൽ സംഭവിക്കും. ഇസ്തഖാമ യസ്തഖീമു ഇസ്തിഖാമതൻ എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു ഉദാഹരണം. ഇസ്തഖ്വമ യസ്തഖ്വിമു ഇസ്തിഖ്വാമൻ എന്നാണ് വേണ്ടത്. ഇൻഖവദ യൻഖവിദു ഇൻഖിവാദൻ എന്നുള്ളത് ഇൻഖാദ യൻഖാദു ഇൻഖിയാദൻ എന്നാകും. ഇൻഫിആൽ ബാബിലും ഇതുപോലെ സംഭവിക്കും. ഇഖ്തയറ യഖ്തയിറു ഇഖ്തിയാറൻ, അവിടെ ഇഖ്താറ യഖ്താറു ഇഖ്തിയാറൻ എന്നാകും ഇഫ്തിആൽ ബാബ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രൂപം ഉള്ളത്. അതിന് കുറേ ന്യായീകരണങ്ങളൊക്കെ സർഫിയങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. അഫ്അല വസലിൽ ഒരു അജ്വഫായ ഫിഅൽ വരുമ്പം അതിനെ ഈ രൂപത്തിലാണ്ടാക്കിയാൽ മതി. അഫാല യുതീലു ഇതാലത്തൻ, അഖാമ യുഖീമു ഇഖാമത്തൻ. അതിന്റെ മസ്തർ പോയി നോക്കിയാൽ മതി. അപ്പൊ ഖൗൽ എന്ന് കാണാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ ഫിഅലിന്റെ ഫിഅൽ വാവിയാണ്. وإذا بنيت هذه الأبواب الأربعة للمفعول. ഈ 4 ബാബുകൾ മഫ്ഊലിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ, അതായത് മജ്ഹൂലാക്കപ്പെട്ടാൽ, ഉൽത്ത നീ പറയും ഉജീബ യുജാബു ഇജാബത്തൻ എന്ന് പറയും. മുജാബ് എന്ന് ഇസ്മു മഫ്ഊൽ പറയും. മുജീബ് എന്ന് ഇസ്മു ഫാഇൽ, മുജാബ് ഇസ്മു മഫ്ഊൽ. മുജീബ് നമ്മുടെ നാട്ടിലൊക്കെ അധിക ആളുകളും പറയുന്ന പേരാണല്ലോ. അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അൻത മുജീബു ദഅവാത്ത് എന്ന് പറയുന്നില്ലേ, പല ഖുതുബകളിലും നമ്മൾ കേൾക്കലില്ലേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ഇങ്ങനെയാണ് പറയേണ്ടത്. إنك مجيب الدعوات يا قاضي الحاجات ഇങ്ങനെ പറയണം ഒന്നുകിൽ. അല്ലെങ്കിൽ إنك مجيب الدعوات
വഖാദിൽ ഹജാത്ത് എന്ന് പറയണം. ചില ആളുകൾ ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത് എന്ന് പറയും. അവിടെ വാവ് പറ്റൂല, ഗ്രാമർ മിസ്റ്റേക്കാണത്. അതുപോലെ ഇന്നക മുജീബു ദഅവാതി വഖാദിയൽ ഹജാത്ത് എന്ന് പറയും. വേറെ അത്യാവശ്യം പറയുന്ന ആൾക്കാരെന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ തെറ്റാണ്. ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത്ത്. മുജീബുമക്കാണ് ഖാദിനെ അത്ഫ് ചെയ്യുന്നത്. ഖാദിയ എന്ന് പറയാൻ പറ്റില്ല, ഖാദി അൽ ഹജാത്ത് എന്നാണ് വരേണ്ടത്. നഅം ഉജീബ യുജാബു ഇജാബത്തൻ ഫഹുവ മുജാബ് ഇങ്ങനെ വരും. അതുപോലെ ഇസ്തഖാമ യസ്തഖീമു ഇസ്തിഖാമത്തൻ ഫഹുവ മുസ്തഖീമുൻ എന്നാണ്. മുസ്തഖ്വിമുൻ മുസ്തഖീമുൻ ഇങ്ങനെയാണ് വരിക. ഉസ്തുഖീമ യുസ്തഖാമു ഇസ്തിഖാമത്തൻ ഫഹുവ മുസ്തഖാമുൻ. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണത്. ഇസ്തഖീം ഇസ്തഖീമ ഇസ്തഖീമു അതല്ല, ഉസ്തുഖീമ യുസ്തഖാമു. അത് ഞാൻ നോക്കിയോട്ട് വെച്ചാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് അല്ല. ഉസ്തുഖീമ യുസ്തഖാമു ഇസ്തിഖാമത്തൻ ഫഹുവ മുസ്തഖാമുൻ. അൽ അംറു മിൻഹു ഇസ്തഖീം ഇസ്തഖാമ യസ്തഖീമു തസ്തഖീമു എന്നാണ് നമ്മൾ അംറു ഫിഅൽ ഉണ്ടാക്കുക. തസ്തഖീമു താഇനാണ്ട് കളഞ്ഞു, അപ്പം ഇസ്തഖീമു എന്നായി. അവസാനത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഇസ്തഖ്വീമു എന്നല്ല അസ്ല്. അപ്പോൾ അവസാനത്തെ തൊട്ടുമ്പളത്തിന് കിസ്റായത് കൊണ്ടിട്ട് നമ്മൾ കിസ്റുള്ള വസ്ലിന് ഹംസയെ കൊണ്ടുവന്നു, അപ്പോൾ ഇസ്തഖീമു എന്നായി. അവസാനത്തെ അക്ഷരത്തിന് നമ്മൾ അംറു ഫിഅലാക്കാൻ വേണ്ടിയിട്ട് സുക്കൂൻ ചെയ്തു, അപ്പോൾ ഇസ്തഖീം എന്നായി. മീമും യാഉ ഇൽതിഖാഉ സാക്കിനൈനി, അപ്പോൾ യാഇനെ കളഞ്ഞപ്പോൾ ഇസ്തഖീം ഇസ്തഖീമ. അതിനെ താഴെ വരുന്നുണ്ട് അതിനെ പറ്റി. അതുപോലെ ഉൻഖീദ ഇൻഖാദ യൻഖാദു ഉൻഖീദ എന്ന് പറയും. ഉൻഫുഇല ഉൻഖീദ യുൻഖാദു യുൻഖാദു യുൻഖവദു, അത് യുൻഖാദു ആകും. ഇൻഖിവാദൻ ഇൻഖിയാദൻ ആകും. വാവ് മുതഹദ്ദിഖ് മാ ഖബല മക്സൂറും ആണെങ്കിൽ വാവിനെ മറിച്ച് യാ ആക്കുന്നല്ലേ പഠിച്ച് നമ്മൾ. അപ്പോൾ ഇൻഖിവാദ് ഇൻഖിയാദ് ആകും. ഫഹുവ മുൻഖാദുൻ മുൻഖവദുൻ എന്നാണ്. അവിടെ മുൻഖാദുൻ വാവിനെ മറിച്ച് അലിഫാക്കും, മുൻഖാദുൻ. അൽ അംറു മിൻഹു ഇൻഖദ് അതിനെ പറ്റി താഴത്ത് വരുന്നുണ്ട്. അതുപോലെ ഇഖ്താറ ഇഖ്താർ ഇഖ്തിയാറൻ ഉഖ്തീറ ഉഖ്തുയിറ എന്നാണ് ഉണ്ടാകുക. അത് ഉഖ്തുയിറ യാഇന്റെ ഹറക്കത്ത് എടുത്താണ്ടിട്ട് താഇന് കൊടുക്കും. താഇന്റെ ഹറക്കത്ത് എടുത്താണ് അങ്ങേപ്പുറത്ത് കുപ്പേക്കാണ്ട് വരും. അപ്പം എന്തായി ഉഖ്തീറ എന്നാണ്. ഉഖ്തീറ യുഖ്തയറു യുഖ്താറു ഇഖ്തിയാറൻ ഇല്ല ഇഖ്തിയാറൻ ഫഹുവ മുഖ്താറുൻ. മുഖ്തയറുൻ ആണ്, അത് മുഖ്താറുൻ എന്നാണ്. അൽ അംറു മിൻഹാ അജാബ യുജീബു ഇജാബത്തൻ ഫഹുവ മുജീബുൻ ഉജീബ യുജാബു ഇജാബത്തൻ ഫഹുവ മുജാബുൻ. അൽ അംറു മിൻഹു അജിബ് അജിബ് അജീബ് എന്നാണ് ഉണ്ടാകുക. അംറു ഫിഅൽ അഫ്ഇൽ അജ്വിബ് അജീബ് എന്നാകും. ഇൽതിഖാഉ സാക്കിനൈനി വന്ന് യാഇനെ തട്ടി അജിബ് എന്നായി. അജീബ യാ തിരിച്ചു വന്നു. എന്താ കാരണം? ഇൽതിഖാഉ സാക്കിനൈനി ഇല്ല. അജീബു വന്നു, അജീബി അജീബ അജിബ്ന യാ പോയി. ഇൽതിഖാഉ സാക്കിനൈനി വന്നു, യാ പോയി. ഇസ്തഖിം യാ പോയി. ഇസ്തഖ്വിം ഇസ്തഖീം എന്നേനി. ഇസ്തഖ്വിം നമ്മൾ എന്താ കാട്ടി? വാവിന്റെ ഹറക്കത്തെടുത്താണ് ഖാഫിന് കൊടുത്തു, അപ്പൊ ഇസ്തഖിം എന്നായി. അങ്ങോട്ടാ വാവ് തൊട്ടുമുള്ള അക്ഷരത്തിന് കിസ്റായതുകൊണ്ട് വാവിനെ മറിച്ച് യാ ആക്കി, അപ്പൊ ഇസ്തഖീം എന്നായി. ഇങ്ങോട്ടോ ഇൽതിഖാഉ സാക്കിനൈനി അപ്പൊ യാഇനോട് തട്ടി, അപ്പൊ ഇസ്തഖീം എന്നായി. ഇസ്തഖീമ യാ തിരിച്ചു വന്നു. ഇസ്തഖീമു ഇസ്തഖീമി ഇസ്തഖീമ ഇസ്തഖിംന യാ പോയി. അതുപോലെ ഇൻഖാദ യൻഖാദു ഇൻഖദ് നീ അനുസരിക്കുക എന്നർത്ഥം. ഇൻഖദ് ഇൻഖാദ യാ തിരിച്ചു വന്നു. ഇൻഖാദു ഇൻഖാദി ഇൻഖാദ ഇൻഖദന യാ പോയി. അല്ല അലിഫ് പോയി. ഇൻഖദ്ന ഇൻഖാദ്ന എന്നേനെ അലിഫാണ്ട് പോയി, ഇൻഖദ്ന എന്നായി. അതുപോലെ ഇഖ്തർ ഇഖ്താറ ഇഖ്താറു ഇഖ്താരി ഇഖ്തർന. ഇങ്ങനെ ഇതാണ് ഇതിന് അംറ് ഹാദിർ. ഇതിന്റെ അംറ് ഗായിബ ലി യജിബ് ലി യജിബ് ലി യജീബ ലി യജീബ്. അജാബ യുജീബ് അല്ല, ലി യുജീബ് ലി യുജീബ ലി യുജീബു ലി തുജിബ് ലി തുജി ലി യുജിബ്ന. ഇങ്ങനെ ലാ യുജിബ് ലാ യുജീബ ലാ യുജീബു.
ലാ തുജിബ് ലാ തുജീബ ലാ യുജിബ്ന, ലാ തുജിബ് ലാ തുജീബ ലാ തുജീബു ലാ തുജീബി ലാ തുജീബ ലാ തുജിബ്ന. നഹി. അതുപോലെ ലാ യസ്തഖിം ലാ യസ്തഖീമ ലാ യസ്തഖീമു ലാ തസ്തഖിം ലാ തസ്തഖീമ ലാ യസ്തഖിംന. ലാ തസ്തഖിം ലാ തസ്തഖീമ ലാ തസ്തഖീമു ലാ തസ്തഖീമി ലാ തസ്തഖീമ ലാ തസ്തഖിംന. ഇങ്ങനെ. അതുപോലെ ലാ യൻഖദ് ലാ യൻഖദ ലാ യൻഖദു ലാ യൻഖദി ലാ യൻഖദ ലാ യൻഖദ് ലാ യൻഖദ ലാ യൻഖദു ലാ തൻഖദ് ലാ തൻഖദ ലാ യൻഖദ് ലാ തൻഖദ് ലാ തൻഖദ ലാ തൻഖദു ലാ തൻഖാദി. അവിടെ ഇർത്തിഖാഉ സാക്കിനില്ലല്ലോ, അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അലിഫ് എന്തിനാ കളയുന്നത്? ഇർത്തിഖാഉ സാക്കിനിക്ക് വേണ്ടിയിട്ടല്ലേ. ഇർത്തിഖാഉ സാക്കിനില്ലല്ലോ. അപ്പൊ ലാ തൻഖാദി ലാ തൻഖാദ ലാ തൻഖദ്ന, അവിടെ പോവും. ഇർത്തിഖാഉ സാക്കിനുണ്ട്. മണ്ട നല്ല വർക്ക് ചെയ്യണം, അത് സ്പീഡിൽ വർക്ക് ചെയ്യണം. ويصح من سائر الأبواب بدون الإعلال مع ذكر الواو والياء نحو قبل وقاول وتقاول. ഈ ബാക്കിയുള്ള ബാബുകളിലൊക്കെ എന്താണ് ഇഅ്ലാലില്ലാതെ വാവും യാവും കൊണ്ട് പറയുക. ഏതുപോലെ ഖവ്വല ഫഅല വസ്നിൽ ഖാല ഖവ്വലയാക്കുമ്പം വാവാണ് തിരിച്ചു. മനസ്സിലായില്ലേ? ഖവ്വല എന്ന് പറയും. അതുപോലെ ഖാവല ഫഅല വസ്നിലേക്ക് മാറ്റുമ്പം ഖാവല എന്നാകും. തഖാവല എന്നാകും. സയ്യന തസയ്യന, മറ്റേ സാന യസീനു ആണ് മുജറദിൽ. അതുപോലെ മസീദ് ഫീഹിലേക്ക് അസാന യുസീനു എന്നാകും. അതുപോലെ അഖാല യുഖീലു എന്നാകും. ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വസന ഉണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം, പ്രയോഗത്തിലുണ്ടോ എന്നുള്ള വേറെ കാര്യം. നമ്മൾ ഉണ്ടാക്കിയാൽ അഖാല യുഖീലു എന്നാകും. അതുപോലെ ഇസ്തഖാല യസ്തഖീലു എന്നാകും. ഇസ്തസാന യസ്തസീനു. അതുപോലെ ഇൻഖാല യൻഖാലു. അങ്ങനെയൊക്കെ വസനിൽ പ്രയോഗം ഉണ്ടോ എന്നുള്ള വേറെ കാര്യം. ഉണ്ടെങ്കിൽ ഇങ്ങനെ വരിക. പക്ഷെ ഇവിടെ അങ്ങനെ നമ്മൾ സയ്യന തസയ്യന എന്താ വരുന്നുണ്ട്? സായറ തസായറ ഫഅല തഫഅല ഇസ്വദ്ദ ഇഫ്അല്ല ഇസ്വദ്ദ. സാദ യസൂദു ആണ്. അത് ഇസ്വദ്ദ യസ്വദ്ദു ആവുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇസ്വാദ്ദ ഇബിയദ്ദ ഇബിയാദ്ദ. ബാദ യബീദു ആണ് മുജറദ്. ഇഫ്ആല വസനിലേക്ക് എത്തുന്ന സമയത്ത് യാ ആയി മാറും. മനസ്സിലായില്ലേ? ഈ ബാബുകളിലൊക്കെ ഇങ്ങനെയാണ്. ഇതിൻ്റെയൊക്കെ ബാക്കിയുള്ള തസാരീഫുകളും അങ്ങനെ തന്നെ. തഖാവല തഖാവല തഖാവലു തഖാവലത്ത് തഖാവലത തഖാവൽന തഖാവൽത്ത് തഖാവൽത്തുമാ തഖാവൽത്തും തഖാവൽത്ത് തഖാവൽത്തുമാ തഖാവൽത്തുന തഖാവൽത്തു തഖാവൽന. അതുപോലെ മുളാരി യുഖാവിലു യുഖാവിലാനി യുഖാവിലൂന തുഖാവിലു തുഖാവിലാനി യുഖാവിൽന തുഖാവിലു തുഖാവിലാനി തുഖാവിലൂന തുഖാവിലു. അതുപോലെ ലാ യുസായിർ ലാ യുസായിറ ലാ യുസായിറു ലാ തുസായിർ ലാ തുസായിറ ലാ യുസായിർന ലാ തുസായിർ ലാ തുസായിറ ലാ തുസായിറു ലാ തുസായിരി ലാ തുസായിറ ലാ തുസായിർ. ഞാൻ ഓതി പഠിച്ചനടാ, ഓതി പഠിച്ചണം. അപ്പം ഈ ചോദ്യമാണ് ഇതുപോലെ തന്നെ ബാക്കിയുള്ളൊക്കെ അങ്ങനെ സർഫാക്കി വെക്കണം. പിന്നെ മാതി മുതാരിയും അമ്രും നഹിയും ഒക്കെ അതുപോലെ പീസാക്കി വേണ്ടിയിട്ട് നമ്മൾ 14 വെച്ച് വേറെ എപ്പം സർഫാക്കിയമായിട്ടുള്ള രൂപത്തിൽ അത് അങ്ങനെയൊക്കെ സർഫാക്കി പഠിച്ച് സെറ്റാക്കണം. പ്രാക്ടീസ് എത്രത്തോളം പവർഫുൾ ആണോ അത്രത്തോളം ആണ് ഒരാളുടെ കപ്പാസിറ്റി. ഒരാൾ കുംഫു പഠിച്ചു. കുംഫു അങ്ങനെ ആഴ്ച 2 ക്ലാസ് ഉണ്ട്. അവൻ അവിടെ അങ്ങനെ പോയി. ഇപ്പോൾ മാഷ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന മാതിരി 4 ആക്ഷനെ കാണിച്ചെടുത്ത് ഓരോ ആക്ഷൻ ഇങ്ങനെ കളിച്ച് പെരയെ പോയിട്ട് 4 വട്ടം ഇങ്ങനെ ആക്ഷൻ കാണിച്ച് സംഗതി പഠിഞ്ഞ് അടുത്ത ആഴ്ച മാഷ് ചോദിക്കുന്ന സമയത്ത് ഡാൻസ് കളിച്ചു കൊടുക്കാൻ മാത്രമുള്ള കോലത്തിലായിരുന്നു. ഇങ്ങനെ ഓന് കുംഫു പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. ഓനങ്ങനെ ഒരു കുംഫു ഉപയോഗിക്കേണ്ട ഒരു ഘട്ടം വരുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ മുണ്ടം മടക്കി കുത്തിയാണ്ടിട്ട് ഫായിൻ്റ് തരും. വേറൊരു വകുപ്പും ഉണ്ടാവില്ല. വല്ല തടിയന്മാരുമാണ് തല്ലാൻ വരുന്നതെന്നുണ്ടെങ്കിൽ കീപ്പെട്ട് വാങ്ങിയാൽ മതി. തടിയന്മാർക്ക് കീപ്പെട്ട് വാങ്ങാൻ കഴിയൂല. മെലിഞ്ഞാലാണെന്നതിന് പിന്നെ ഒരു രക്ഷയില്ല.
ഓലൊക്കെ ഒന്ന് കിട്ടുക ചെയ്യും. അപ്പൊ ഇതല്ലാതെ വേറെ നടക്കൂല. നേരെ മറിച്ച് അത് പ്രാക്ടീസ് ചെയ്യാണ്. അതിൻ്റെ ഓരോ ചെറിയ മൂമെന്റുകളും ഓന് നിരവധി തവണ പ്രാക്ടീസ് ചെയ്യുക. മാഷ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ ഒരു പഞ്ച് ഇങ്ങനെ കാണിച്ചു, അടുത്ത പഞ്ച് ഇങ്ങനെ കാണിച്ചു, അടുത്ത പഞ്ച് ഇങ്ങനെ കാണിച്ചു. അവനങ്ങനെ മാഷ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കാണിച്ചു. അതായത് പ്രാക്ടീസ് ചെയ്ത് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരൊറ്റ സാധനം പ്രാക്ടീസ് ചെയ്താണ് ഒരു വിധപ്പെട്ടോനൊന്നും അവൻ്റെ അടുത്ത് കിടക്കൂല. കാരണം അറിയിക്കുകയാണെങ്കിൽ ഒരാളങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4 പഞ്ച് 2 സെക്കൻഡിനുള്ളിലൊക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയും. സ്പീഡാക്കിയാൽ 4 പഞ്ചൊക്കെ ഒരു സെക്കൻഡിനുള്ളിൽ ടക്ക് ടക്ക് എന്നുള്ള ആ ഒരു സൗണ്ടിൻ്റെ ഇടയിൽ 4 പഞ്ചൊക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയും. അത് നല്ല പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക്, നല്ല പവറിൽ നല്ല സ്പീഡ്. അത് പ്രാക്ടീസാണ്. അതേമാതിരി തന്നെയാണ് മാത്സിൻ്റെ തിയറി കുറേ അറിയാം, പ്രാക്ടീസ് ചെയ്തില്ല കാര്യമില്ല. തിയറി പഠിച്ചിട്ടുകൊണ്ട് കാര്യമില്ല. ഇതേമാതിരി തന്നെയാണ് സർഫും നഹ്വും, ഭാഷൻ്റെ ഗ്രാമർ. തിയറി ഇങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുകൊണ്ട് കാര്യമില്ല, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതൊരു പണിയാണ്, നയിപ്പാണ്, ചെയ്തുകൊണ്ടിരിക്കണം, മടുക്കരുത്. ഒരു ടൈം എന്ന് പറഞ്ഞാൽ അതിനായിട്ടാണ്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഞാൻ കൂടുതൽ കിതാബുകൾ തരാത്തത്. മറ്റ് ജാമിഅത്തുകളിലൊക്കെ എത്ര പീരീഡ് ഉണ്ടാവും? ഒരു ദിവസം 8 പീരീഡൊക്കെ ഉണ്ടാവും ഒരാൾക്ക്. ഓടാവുന്നില്ല. ഒരാൾക്ക് 4 പീരീഡ്, ഏറിപ്പോയ 4 പീരീഡ്, 5 പീരീഡ്, ഈ ലെവലിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്? ഇവിടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനമില്ല, ഇവിടെ പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ടൈം വേണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ 5 സബ്ജക്റ്റൊക്കെ കൂടുതലാണ്. മാ ഹുവ ഹുക്മുൽ അജ്വഫ് ഫിൽ അബ്വാബ് അല്ലതി ലാ യഖഉ ഫിഹ അൽ-ഇഅലാൽ. താഴെ വരുന്ന ബാബുകളിൽ അജ്വഫിന്റെ ഹുക്ം എന്താണ്? അല്ല, മാ ഹുക്മുൽ അജ്വഫ് അല്ലതി ഫിൽ അബ്വാബ് അല്ലതി ലാ യഖഉ ഫിഹ അൽ-ഇഅലാൽ. ഇഅലാൽ സംഭവിക്കാത്ത ബാബുകളിൽ, ഇഅലാൽ സംഭവിക്കാത്ത ബാബുകൾ ഏതൊക്കെ അതൊന്ന് പറയണം. എന്നിട്ട് ആ ബാബുകളിലുള്ള അജ്വഫിന്റെ ഹുക്ം എന്താണെന്ന് പറയണം. അതിനൊരു 5 ഉദാഹരണം പറയണം. ബയ്യിനിൽ അബ്വാബൽ മസീദ മിനൽ അജ്വഫി അല്ലതി യഖഉ ഫിഹ അൽ-ഇഅലാൽ വദ്രിബ് 4 അംസിലത്തിൻ ലിദാലിക്. അജ്വഫിൽപ്പെട്ട ഇഅലാൽ സംഭവിക്കുന്ന മസീദായ സുലാസി മസീദ് ഫീഹിൽ നിന്ന് ചില ബാബുകളിൽ ഇഅലാൽ സംഭവിക്കുമല്ലോ. ആ സംഭവിക്കുന്ന ബാബുകൾ അത് ഏതൊക്കെയാണ്? അതിനൊരു 4 ഉദാഹരണം. ഫി അയ്യിൻ മിനൽ അബ്വാബി അൽ മസീദത്തി മിനൽ അജ്വഫി ലാ യഖഉ ഫിഹ അൽ-ഇഅലാൽ. ഏതൊക്കെ ബാബുകളിലാണ്, ഏതൊക്കെ മസീദായ ബാബുകളിലാണ് അജ്വഫിൽ ഇഅലാൽ സംഭവിക്കാത്തത്? അങ്ങനെ മസീദായ ബാബുകൾ ഏതൊക്കെയാണ് അതൊന്ന് പറയണം. അതിനൊക്കെ ഒരു ഉദാഹരണം പറയണം. ഹൽ യഖഉൽ ഇഅലാലു ഫിൽ അഫ്ആലിൽ മജ്ഹൂലത്തിൽ മസീദ. മസീദത്തായ മജ്ഹൂലത്തായ ഫിഅലുകളിൽ ഇഅലാൽ സംഭവിക്കുകയോ ഇല്ലേ? അതിന് ഉദാഹരണമൊക്കെ പറഞ്ഞു കണ്ടിട്ട് ഒന്ന് വിശദമായിട്ട് അതിന് മറുപടി പറയണം. ഏതൊക്കെ മജ്ഹൂലിലാണ് സംഭവിക്കുക, ഏതൊക്കെ മജ്ഹൂലിലാണ് സംഭവിക്കാക്കുക എന്നൊക്കെ. ഇനി സ്വരിഫിൽ അഫ്ആൽ അത്താലിയ ഇലൽ അബ്വാബി അത്താലിയ. ഈ ഖാമ എന്ന ഫിഅലിനെ ഇഫ്ആൽ തഫ്ഈൽ എന്നീ 2 ബാബുകളിലേക്ക് സർഫാക്കണം. സാറനെ തഫാഅല ബാബിലേക്കും മുഫാഅലത്ത് ബാബ്. മുഫാഅലത്ത് ബാബ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫാഅല ബാബ്. തഫാഅല, തഫാഅല, ഫാഅല, തഫാഅല എന്നീ 2 ബാബുകൾ. അതാണ് തഫാഉൽ ബാബ്, മുഫാഅലത്ത് ബാബ് എന്ന് പറഞ്ഞാൽ. പിന്നെ മസ്തറാണ്. ഫാഅല, ഫാഇല, മുഫാഅലത്ത്. ത്വാല അത് തഫഅല, തഫാഅല, ത്വാലനെ. അപ്പം തതവ്വല, തതാവല, അങ്ങനെ ഫുൾ സർഫാക്കണം. ജാനന തഫഉൽ ബാബിലേക്കും ഇഫ്ആൽ ബാബിലേക്കും മാറ്റണം. ജാബന മുഫാഅലത്ത് ബാബിലേക്കും തഫാഉൽ ബാബിലേക്കും മാറ്റണം. ബയ്യിൻ വുജൂഹൽ ഇഅലാൽ ഫിൽ അസ്മാഇ വൽ അഫ്ആലി താലിയ. താഴെ വരുന്ന ഫിഅലുകളിലും ഇസ്മുകളിലും ഒക്കെ ഇഅലാലിന്റെ വജ്ഹുകൾ പറയണം. ഇഖാമത്ത്, ഇഖ്വാം ആയിരുന്നല്ലോ, അവിടെ എങ്ങനെ ഇഖാമത്തായത്? ഇഖ്വാം വാവിന്റെ ഹറക്കത്തിൽ തന്നെ നമ്മൾ ഖാഫിന് കൊടുത്തു. അപ്പൊ എന്തായി? ഇഖാവ് അ എന്നായി. ഇഖ്വാം ഇഫ്ആൽ ഇതാണല്ലോ. വാവിന്റെ ഹറക്കത്തിൽ ഖാഫിന് കൊടുത്താൽ ഇഖവ്, പിന്നെ അലിഫ്, പിന്നെ ആം, അങ്ങനെയാണ്. ഇഖവ് ആം അല്ലേ?
ഇങ്ങനെ വന്നു. അപ്പം വാവും അലിഫും എന്തായി? ഇൽത്തിഖാ ഉസാക്കിനേനി വാവിനാണ് കളഞ്ഞു. അപ്പൊ ഇഖാം എന്നായി. എന്നിട്ട് ആ കളയപ്പെട്ട വാവിന്റെ ഓർമ്മക്ക് ആദരാഞ്ജലികൾ, നമ്മൾ രക്തസാക്ഷി മണ്ഡപം എന്നൊക്കെ പറയില്ലേ, നമ്മളെ പാർട്ടിയിൽ വല്ലാതെ ചോദ്യം ചോദിച്ചു കണ്ടിട്ട് വിമർശനം ഉന്നയിച്ച് വെറുപ്പിക്കണവനെ നമ്മളാണ് മാർക്ക് ചെയ്യും. ഇപ്പൊ എങ്ങോട്ട് ഏതായാലും പിന്നെ നമ്മൾ BJP-ക്കാരായിട്ട് ഒരു രാഷ്ട്രീയ പ്രശ്നം ഏതായാലും ഉണ്ടാവുമല്ലോ. ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഉണ്ടാവില്ലേ നമുക്ക് നേതാക്കന്മാരെ തമ്മിൽ ഭയങ്കര കമ്പനിയാണല്ലോ, അണികളും സാധുക്കളെ പൊട്ടന്മാര്. ഇത് എപ്പം തല്ലു കൂടണം എപ്പം തല്ലു കൂടണ്ട നേതാക്കന്മാരെ തീരുമാനിക്കുക. അപ്പം BJP-ന്റെ നേതാവിന് നമ്മളെ പാർട്ടി നേതാവ് വിളിച്ചിരടാ, നമ്മളെ ഈ ചങ്കാവ് ലേസം ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്കൊരു രക്തസാക്ഷിനിയും വേണം, നിങ്ങൾക്കിപ്പോൾ പകരത്തിന് പകരം ഒരാളെയും കൊല്ലണ്ടേ, ഓനായിട്ട് ഒന്നറിയാം. അപ്പൊ അങ്ങനെ കൊല്ലപ്പെട്ട ചങ്കാവിന്റെ ഓർമ്മക്കും വേണ്ടിയിട്ട് ബലി കുടീരം, വളി കുടീരം എന്നൊക്കെ പറഞ്ഞാണ് നല്ലത്. ബലി കുടീരം. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പാട്ടൊക്കെ വെക്കും നമ്മള്. പ്രഭാത പേരി എന്നൊക്കെ പറഞ്ഞാണ്ടിട്ട് ചിന്താവാദമൊക്കെ വിളിക്കും. ഏടാ കൊല്ലാൻ വേണ്ടി കോൾ ചെയ്ത് പറഞ്ഞോണ്ടല്ലോ, കൊല്ലിച്ചോൻ അവനാണ് മുന്നിലിക്കുക. എന്നിട്ട് ബലി കുടീര വാതിൽ തുറന്ന് രക്തസാക്ഷി വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കും നമ്മള്. എന്ന മാതിരി ഈ വാവിനെ ഇൽത്തിഖാഉസാക്കിനേനി എന്ന് വന്ന് പണിയെടുത്ത ആൾ തന്നെ അതിനും വേണ്ടിയിട്ട് ലാസ്റ്റ് സ്മാരകം എന്നും പറഞ്ഞിട്ട് ഒരു ഇതിനെ കൊണ്ടുപോയി. അപ്പൊ എന്തായി? ഇഖാമത്ത്. അതെ, അതാണ് വാവിന്റെ രക്തസാക്ഷി മണ്ഡപാടും ആ ഇഖാമത്ത്. അങ്ങനെയാണ് ഇത്താലത്തിൽ ഇത്വാല് എന്നുണ്ടാകുക. തിരിഞ്ഞില്ലേ? അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ ഇനിയുള്ളത് സ്വന്തമായിട്ടാണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.